അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. താങ്ക് യു. അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പെരുമ്പറ ഫെസ്റ്റ് 2K25 ഗുരുസാഗരം പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് മുഖ്യ പ്രഭാഷണം നടത്തിയ ഏറനാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ PK ബഷീർ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മുഫീദ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത ഏറനാട് MLA ശ്രീ PK ബഷീർ അവർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമ ചെയർമാൻ ശ്രീ സുന്ദരൻ, PTA പ്രസിഡന്റ് ശ്രീ ഉമ്മർ TP, SMC ചെയർമാൻ ഷാഫി, SMC വൈസ് ചെയർമാൻ, PTA വൈസ് പ്രസിഡന്റ് HM ഫസലുർ റഹ്മാൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, നമ്മുടെ 57 മുതൽ 25 വരെയുള്ള പഠിച്ചിറങ്ങിയ കുട്ടികൾ, ഇവിടെ വർക്ക് ചെയ്ത അധ്യാപകർ, എല്ലാവരുടെയും വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ ആഗ്രഹിച്ചത്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ രാവിലെ തന്നെ എല്ലാവരും സമയബന്ധിതമായി എത്തിച്ചേർന്നു. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് പ്രൗഢമാണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഇന്നത്തെ ഈ സംഗമം ഉദ്ദേശിക്കുന്നത് പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും സഹപാഠികളും ഒക്കെ കൂട്ടായി അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി പരമാവധി സമയം വിനിയോഗിക്കട്ടെ എന്ന് വെച്ച് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഉദ്ഘാടനം നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ രാവിലെ വന്ന സമയത്ത് പൂർവ്വ വിദ്യാർത്ഥികളായ മുതിർന്ന പഴയ വിദ്യാർത്ഥികളുടെ സംസാരം ശ്രദ്ധിച്ചു. നമ്മൾ പഠിച്ച കെട്ടിടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങളൊക്കെ ആയി നമ്മുടെ സ്കൂൾ ഒരുപാട് മാറിപ്പോയി എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ശരിയാണ്, വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ഹൈടെക് നിലവാരത്തിലുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമുകളിലേക്ക് ഭൗതിക സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടു. മാറി വരുന്ന വിവിധ സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരുടെയും ഉണ്ടായ പിന്തുണ കൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ഈ വികസനം എത്തിപ്പിടിക്കാൻ പറ്റിയത്. ഈ അവസരത്തിൽ ഒരു വിഭാഗം ആളുകളെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നമ്മുടെ സ്കൂളിൻ്റെ ഏതൊരു ആവശ്യങ്ങളോടും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും അവരുടെ കഴിവിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളിന് ചെയ്തു തരാനുള്ള സന്നദ്ധത ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ വാർഷിക പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് 92 ബാച്ച് ആണെന്ന് തോന്നുന്നു. നമ്മുടെ അങ്കണം കൂടുതൽ സുന്ദരമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ ഈ ആൽത്തറ വളരെ മനോഹരമാക്കി. ഇനിയും അവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായിരുന്നു നമ്മുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം വികസനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ ഭൗതിക കാര്യങ്ങളുടെ വികസനം മാത്രമല്ല, പണ്ട് 10% താഴെ വിജയ ശതമാനം ഉണ്ടായിരുന്ന സ്കൂളുകളുടെ ലിസ്റ്റിൽ നമ്മുടെ സ്കൂളും ഇടം നേടിയിരുന്നു. ഇന്ന് അതിൽ നിന്ന് 10ാം ക്ലാസ്സിലെ 100% വിജയവും ഹയർ സെക്കൻഡറിയിലും ഏറ്റവും ഉന്നതമായ വിജയം ഈ കഴിഞ്ഞ റിസൾട്ടിൽ മലപ്പുറം ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ 4ാം സ്ഥാനം വരെ നമ്മൾ എത്തിയിരുന്നു. ഈ വർഷം 1ാം സ്ഥാനത്തേക്ക് മാറ്റി സംസ്ഥാന ദേശീയ തലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പാർട്ടിസിപ്പേഷൻ അവരെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ സംസ്ഥാന ഫെസ്റ്റിവലിൽ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പേര് കേട്ട ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിൽ ഒറ്റ പിന്തുണയുണ്ട്. A ഗ്രേഡോട് കൂടി 1ാം സ്ഥാനത്ത് നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ ജീവാശിവ എത്തി. അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിലും പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡോട് കൂടി തിളക്കമാർന്ന വിജയം സ്വന്തമാക്കി. എല്ലാ തരത്തിലും പഠന പാഠ്യേതര രംഗത്ത് നമ്മുടെ സ്കൂള് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലും ഒരുപാട് ഭൗതികമായ വികസനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും നമുക്ക് ഇനിയും ഒരുപാട് പോരായ്മകളുണ്ട്. അതെല്ലാം മാറ്റി നമ്മുടെ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ